ഹലോ എവരി വൺ, എല്ലാവർക്കും ഷിഡ്ലീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ആണ്. അപ്പം നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതിലേക്ക് തണുത്ത പാലാണ് വേണ്ടത്. പിന്നെ ഞാനിവിടെ ഒരു 5 സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും വേണം. പിന്നെ നമ്മൾ എടുക്കുന്ന സ്ട്രോബെറിയുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. ഒരു മിക്സിയുടെ ജാറിലേക്ക് സ്ട്രോബെറി 2-3 കഷ്ണമായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുക. അതാകുമ്പോൾ പെട്ടെന്ന് അരിഞ്ഞു കിട്ടും. ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാല് മാത്രം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. അത് നന്നായി സ്ട്രോബെറിയൊക്കെ നന്നായി അരിഞ്ഞതിന് ശേഷം ബാക്കി പാലും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ സ്ട്രോബെറിയൊക്കെ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരുന്ന പാലും കൂടെ ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഒന്നെങ്കിൽ ക്രീമോ അല്ലെങ്കിൽ ഐസ്ക്രീമോ ഒക്കെ ചേർത്തിട്ട് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊന്നും വേണം നിർബന്ധമൊന്നുമില്ല. ഇത് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. സ്ട്രോബെറിയുടെയും പാലിൻ്റെയൊക്കെ നല്ലൊരു രുചിയാണ് വരിക. ഞാനിവിടെ ക്രീമും പിന്നെ സ്പ്രിങ്കിൾസും ആണ് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.